ഹലോ ഡിയർ ഫ്രണ്ട്സ്, പി എസ് സിയുടെ എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ലാസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിൻ്റെ തുടർച്ചയായി ആണ് ഈ ക്ലാസ് എടുക്കുന്നത്. ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക. മാതൃകാ ചോദ്യങ്ങളിൽ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ ഒരു മെത്തേഡാണ്. ഇനി അക്ഷരങ്ങൾ കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൂടെ പഠിക്കുന്നുണ്ട്. അക്ഷരങ്ങളും അക്കങ്ങളും ഇടകലർന്ന് വരും. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? BXJ, ETL, HPN, KLP. അടുത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾക്കറിയാം ബി കഴിഞ്ഞ് BXJയിൽ ബി കഴിഞ്ഞ് 3 കൂട്ടുമ്പോൾ നമ്മൾക്ക് സെക്കൻഡ് സീരീസിലെ ഇ കിട്ടും. മൂന്നാമത്തെ അക്ഷരമായിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത് ഇ. ബി കഴിഞ്ഞ് സിയും ഡിയും ഇല്ല, അടുത്ത് ഇ, മൂന്നാമത്തെ അക്ഷരമാണ് ഇ. അതുപോലെ ഇ കഴിഞ്ഞ് മൂന്നാമത്തെ അക്ഷരമാണ് മൂന്നാമത്തെ ശ്രേണിയിൽ മൂന്നാമത്തെ അടുത്ത സംഖ്യ, അടുത്ത ലെറ്റർ, അടുത്ത ആ സംഖ്യ എന്ന് പറയാൻ പറ്റില്ല, അടുത്ത അക്ഷരക്രമത്തിലെ SPN എന്ന അക്ഷരക്രമത്തിലെ വെച്ച് കിട്ടണമെങ്കിൽ ഈയുടെ ഒപ്പം ഈയുടെ മൂന്നാമത്തെ അക്ഷരമാണ്. അതുപോലെ കെ എന്ന് പറയുന്നത് എച്ചിൻ്റെ മൂന്നാമത്തെ അക്ഷരമാണ്. അപ്പോൾ അടുത്തത് കിട്ടണമെന്ന് അടുത്തതെന്ന് പറഞ്ഞാൽ കെയുടെ മൂന്നാമത്തെ അക്ഷരം ഏതായിരിക്കും? HJK കഴിഞ്ഞിട്ട് LMN ആയിരിക്കും. അപ്പോൾ അടുത്ത ശ്രേണിയുടെ ആ ഫില്ല് ചെയ്യാനുള്ള പോർഷനിലെ ആദ്യത്തെ ആൽഫബറ്റ് എന്ന് പറയുന്നത് N ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെ അക്ഷരം XTPL, അതിൽ X കഴിഞ്ഞ് Xൻ്റെ നാലാമത്തെ അക്ഷരം ബാക്കിലോട്ട് പോകുമ്പോഴാണ് T കിട്ടുന്നത്. അതുപോലെ ടിയിൽ നിന്നും നാലാമത്തെ അക്ഷരം ബാക്കിലോട്ട് പോകുമ്പോഴാണ് P കിട്ടുന്നത്. അതുപോലെ എല്ലും അങ്ങനെ തന്നെയാണ്, നാലാമത്തെ അക്ഷരം ബാക്കിലോട്ട് പോകുമ്പോൾ. അപ്പോൾ എല്ലിൽ നിന്നും നാലാമത്തെ അക്ഷരം ബാക്കിലോട്ട് പോകുമ്പോൾ നമ്മൾക്ക് H ആണ് കിട്ടുന്നത്. അറിയാമല്ലോ, HIJKL. അപ്പോൾ എല്ലിൽ നിന്നും 4 ബാക്കിലോട്ടാണ് H. അപ്പോൾ നമ്മൾക്ക് അടുത്ത അക്ഷരം H എന്ന് കിട്ടും. അതുപോലെ മൂന്നാമത്തെ അക്ഷരം വെച്ച് നോക്കുമ്പോൾ JLNP. അതിൽ ജെയുടെ ഒപ്പം +2 കൂട്ടുമ്പോഴാണ് എല്ല് കിട്ടുന്നത്. +2 കൂട്ടുമ്പോൾ N കിട്ടും. +2 മീൻസ് രണ്ടാമത്തെ അക്ഷരമാണ് P. പിന്നെ രണ്ടാമത്തെ അക്ഷരമാണ് P കഴിഞ്ഞ് Q ഇല്ല, അടുത്ത അക്ഷരം R. അപ്പോൾ രണ്ടാമത്തെ അക്ഷരം R ആണ്. അപ്പോൾ നമ്മൾക്ക് NHR എന്ന് കിട്ടും. അപ്പോൾ ഇതിന് ഓപ്ഷൻ A ആണ്, NHR ആണ് നമ്മളുടെ ആൻസർ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ സംഖ്യ ഏത്? 6, 10, 27, 105, 515, 3084. ഇതിൽ തെറ്റായിട്ടുള്ള സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ 10 എന്ന് പറയുന്നത് 6 × 2 - 2 ആണ്. അതുപോലെ മൂന്നാമത്തെ സംഖ്യയായ 27 എന്ന് പറയുന്നത് 10 × 3 - 3 ആണ്. അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ നമ്മൾക്ക് കാണാൻ പറ്റും. × 2 - 2, × 3 - 3, × 4 - 4, × 5 - 5. അങ്ങനെ ചെയ്താണ് അടുത്ത ഓരോ സംഖ്യകളും കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് 515 നിന്നും 515 × 6 - 6 ആണ് 3084 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഈ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് എല്ലാ ആൻസറും വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് തെറ്റായി കാണുന്നത് 27 × 4 - 4. അത് 104 എന്ന് വരണം. പക്ഷെ നമ്മൾക്ക് തന്നിരിക്കുന്നത് 105 എന്നാണ് തന്നിരിക്കുന്നത്. അതാണ് അപ്പോൾ നമ്മൾക്ക് 105 എന്നുള്ളതാണ് ഓപ്ഷൻ C ആണ് നമ്മളുടെ ആൻസർ. തെറ്റായത് 105 ആണ്. അടുത്ത് വിട്ടുപോയ അക്ഷരങ്ങൾ കണ്ടെത്തുക. ഒരു സീരീസ് ഓഫ് ലെറ്റേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, ABCയുടെ. അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കിയിട്ട് അടുത്ത് വരേണ്ടത് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. വിട്ടുപോയ അക്ഷരങ്ങൾ കണ്ടെത്തുക.
അതിൽ ബി ഡാഷ് എ ബി ബി സി ഡാഷ് ബി ബി സി എ ഡാഷ് ബി ഡാഷ് എ ബി. അപ്പോൾ നമ്മൾക്കിവിടെ മനസ്സിലാകാം, ഈ വിട്ടുപോയ അക്ഷരങ്ങൾക്ക് പകരം കൊടുത്ത ശേഷം 4 അക്ഷരങ്ങൾ വച്ച് വിഭജിച്ചാൽ നമ്മൾക്ക് കിട്ടുന്നത് ബി ബി സി എ ബി. 4 അക്ഷരങ്ങൾ വെച്ച് വിഭജിച്ചിരിക്കുകയാണ്. ഈ ബി കഴിഞ്ഞ് ഡാഷ് കഴിഞ്ഞ് എ കഴിഞ്ഞ് ബി കഴിഞ്ഞ് വിഭജിക്കാം. അങ്ങനെ 4 അക്ഷരങ്ങൾ വെച്ച് നമ്മൾ വിഭജിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ ആദ്യം ബി കഴിഞ്ഞ് എപ്പോഴും നമുക്ക് സി ആണ് വരുന്നത്. അതുകൊണ്ട് ബി കഴിഞ്ഞ് നമ്മൾ സി കൊടുക്കണം. അത് കഴിഞ്ഞ് എ ബി കഴിഞ്ഞ് ബി വരും. എ ബി ബി സി അങ്ങനെ ഒരു സീരീസാണ്. അപ്പോൾ രണ്ടാമത്തതിൽ ബി സി കഴിഞ്ഞ് എ വരും. എന്നുവെച്ചാൽ എ ബി ബി സി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ സി കഴിഞ്ഞ് എ വരും. അടുത്ത മൂന്നാമത്തതാണെങ്കിൽ ബി സി എ കഴിഞ്ഞ് ബി ആണ്, ബി സി എ ബി. പിന്നെ ബി കഴിഞ്ഞ് 2 ബി അടുത്തടുത്ത് വരണുണ്ട്. അപ്പോൾ ബി കഴിഞ്ഞ് സി ആണ്, ബി സി എ ബി. അപ്പോൾ നമ്മൾക്ക് ബി സി എ ബി ബി സി എ ബി ബി സി എ ബി ബി സി എ ബി എന്നുള്ള ഒരു സീരീസ് പോലെ കിട്ടും. അപ്പോൾ നമ്മൾക്ക് വിട്ടുപോയ അക്ഷരങ്ങളെന്ന് പറയുന്നത് സി എ ബി സി. സി എ ബി സിയുടെ സീരീസ് വരുന്നത് ഓപ്ഷൻ ഡിയിലാണ് വരുന്നത്, സി എ ബി സി. അടുത്ത മാതൃകാ ചോദ്യം, ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ ഏത് എന്ന് കണ്ടുപിടിക്കാനാണ്. 17 9 10 ഡാഷ് 35 90. ഇതിൽ നമ്മൾക്ക് കണ്ടുപിടിക്കാം 17ൽ നിന്ന് 9 എങ്ങനെ കിട്ടി എന്ന് നോക്കുമ്പോൾ 17ൽ നിന്ന് 9 എങ്ങനെ കിട്ടി എന്ന് നമ്മൾക്ക് നോക്കാം. 17ൽ നിന്ന് 9 കിട്ടണമെങ്കിൽ 17 ഇൻറ്റു ഹാഫ് പ്ലസ് ഹാഫ്. 17 ഇൻറ്റു ഹാഫ് എത്രയാണ്? 8.5. 8.5 പ്ലസ് ഹാഫ് എത്രയാണ്? 9. അതുപോലെ അടുത്ത് 9 10 കിട്ടണമെങ്കിൽ 9 ഇൻറ്റു 1 പ്ലസ് 1. അടുത്ത് 10ൽ നിന്നും നമ്മൾക്ക് അടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ 10 ഇൻറ്റു 1.5 പ്ലസ് 1.5. അപ്പോൾ നമ്മൾക്ക് 16.5 എന്ന് കിട്ടും. അതുപോലെ 16.5ന് ഇൻറ്റു 2 പ്ലസ് 2 35 കിട്ടും. പിന്നെ അതിന് 2.5 ഇൻറ്റു 2.5 പ്ലസ് 2.5 നമ്മൾക്ക് 90 എന്നും കിട്ടും. അപ്പോൾ ഈ ഒരു ശ്രേണി എന്ന് പറയുന്നത് ഇൻറ്റു ഹാഫ് പ്ലസ് ഹാഫ് ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1.5 പ്ലസ് 1.5 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2.5 പ്ലസ് 2.5 ആ ഒരു രീതിയിലുള്ള ഒരു ശ്രേണിയാണ് ഈ പോയിരിക്കുന്നത്. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾക്കത് മനസ്സിലാകും. നിങ്ങളിത് റിപ്പീറ്റായി ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതേപോലുള്ള എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും കണ്ണടച്ച് ഉടനെ ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത് വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. 8 10 12 4 6 13 7 10 2 9 12 3 14 ഡാഷ് ഇങ്ങനെ ഒരിത് തന്നിട്ടുണ്ട്. ഇതിൽ ഓരോ കോളത്തിലെയും സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് ആദ്യ കോളം എടുക്കാം. 8 പ്ലസ് 10 പ്ലസ് 12 പ്ലസ് 4 പ്ലസ് 6 ആണ് ആദ്യത്തെ കോളം. അതിന് 2 4 5 സംഖ്യകളുണ്ട്. ഡിവൈഡഡ് ബൈ 5 ആകുമ്പോൾ അതിൻ്റെ ശരാശരി 8 എന്ന് കിട്ടും. രണ്ടാമത്തെ കോളത്തിൽ 13 7 10 2 അത് ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമ്മൾക്ക് 8 എന്ന് കിട്ടും. അതുപോലെ 9 12 3 അതിനെ നമ്മൾ ആഡ് ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് 14ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് 2 അപ്പോൾ 2 സംഖ്യയിലേ വരുള്ളൂ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടും എന്ന് നോക്കാം. അപ്പോൾ 14 പ്ലസ് എക്സ് എന്ന് കൊടുക്കാം ആ വിട്ടുപോയ സംഖ്യയെ. 14 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് 8 ശരാശരി കിട്ടാനുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് എന്ന് പറയുന്നത് 14 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 2 16 ആണ്.
അറിയാലോ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 14 + x മുകളിലത്തതെന്ന് പറഞ്ഞാൽ താഴത്തതും ആൻസറും ഈക്വൽ ടു കൂടെ ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ 14 + x എന്ന് പറഞ്ഞാൽ 2 × 8 16 ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് x എന്ന് പറഞ്ഞാൽ 16 - 14 2 എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ. നമ്മൾക്കിനി ശ്രേണിയിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഗ്രൂപ്പ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. FBG3, GBF7, HBI11, IBH15 അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മളുടെ ആ സീരീസ് പോയിരിക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തതിലെ എഫും രണ്ടാമത്തതിലെ ജിയും മൂന്നാമത്തതിലെ എച്ചും നാലാമത്തതിലെ ഐയും തമ്മിൽ ഒരക്ഷരത്തിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. FGHI അപ്പോഴടുത്ത അക്ഷരം തന്നെയാണ് FGHI. അപ്പോഴടുത്തടുത്ത അക്ഷരമായിട്ടാണ് അത് പോകുന്നത്. അതുപോലെ രണ്ടാമത്തെ അക്ഷരമായ BBBB ഒരു വ്യത്യാസവുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഒരേ അക്ഷരം തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം അടുത്ത മൂന്നാമത്തെ അക്ഷരം നോക്കാം. GFIH GFIH. അപ്പോഴത് ജി കഴിഞ്ഞ് ജിയിൽ നിന്ന് എഫ് കിട്ടണമെങ്കിൽ ഒന്ന് ബാക്കിലോട്ട് പോകണം. അപ്പോൾ ഓരോ അക്ഷരം ബാക്കിലോട്ട് പോയിരിക്കുകയാണ്. ജിയിൽ നിന്ന് എഫ് കിട്ടാൻ ഒന്ന് ബാക്കിൽ പോയി, എന്നിട്ട് എഫിൽ നിന്ന് ഐ കിട്ടാൻ എന്ത് ചെയ്യണം? IJKEFGHI മൂന്നാമത്തെ അക്ഷരമാണ് ഐ എന്ന് പറയുന്നത് എഫിൽ നിന്നും. പിന്നെ ആ ഐയിൽ നിന്നും എച്ച് കിട്ടാൻ ഒന്ന് ബാക്കിലോട്ട് പോകണം. അപ്പോൾ നമ്മൾക്ക് ഇത് ഒരു പ്രത്യേകതരം ശ്രേണിയാണ് ആ മൂന്നാമത്തെ അക്ഷരത്തിൽ വരുന്നത്. ഒരക്ഷരം ബാക്കിലോട്ട് പോയി, മൂന്നക്ഷരം ഫ്രണ്ടിലോട്ട് പോയി, ഒരക്ഷരം ബാക്കിലോട്ട് പോയി, മൂന്നക്ഷരം ഫ്രണ്ടിലോട്ട് പോയി. അപ്പോൾ ഈ എച്ചിൽ നിന്ന് മൂന്നക്ഷരം ഫ്രണ്ടിലോട്ട് പോയാൽ എന്തായിരിക്കും? IJK ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ പിന്നെ അടുത്ത സംഖ്യകളാണ് 3, 7, 11, 15, 14. അത് നമ്മൾക്കറിയാം, 4 കൊണ്ട് കൂട്ടിയിരിക്കുകയാണ്. 3, 7, 11, 15, 14 എന്ന് പറയുമ്പോൾ 4 കൊണ്ട് ഓരോ സംഖ്യകളെ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് അവസാനത്തിൻ്റെ ആൻസർ വരുന്നത് JBK19 എന്ന് വരും. JBK19 സി, ഓപ്ഷൻ സിയിൽ JBK19 ഉണ്ട്. അതാണ് നമ്മളുടെ ആൻസർ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ള സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ നടുക്കുള്ള സംഖ്യയിലെ വലിയ അക്കം ഏത്? അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് ശ്രേണി 644, 574, 824, 432, 648, 410, 284. ഇതിനെ നമ്മൾ ഇത് ആരോഹണ ക്രമത്തിൽ എഴുതണം. ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് 284, 410, 432, 574, 644, 648, 824. അങ്ങനെയാണ് നമ്മൾക്ക് ആരോഹണ ക്രമത്തിൽ കിട്ടുന്നത്. അപ്പോഴതിൽ നടുക്കുള്ള സംഖ്യ ഏതാണ്? അതിൽ നടുക്കുള്ള സംഖ്യ 574 ആ 574 വലിയ അക്കം ഏതാണ്? 7. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് അതിൽ 7 എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ബി ഉള്ള 7 നമ്മളുടെ ആൻസർ. അടുത്ത് 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? ഓഡ് 1 ഔട്ട്. അതാണ് AG2, BH4, CD6, DJ8, EK10. ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആദ്യ അക്ഷരവും ഇതിലിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാം, ആദ്യ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും തമ്മിൽ 6ൻ്റെ വ്യത്യാസമുണ്ട്. എ കഴിഞ്ഞ് ജി വരാൻ 6ൻ്റെ വ്യത്യാസമുണ്ടല്ലോ. ABCDEFG 6ൻ്റെ വ്യത്യാസമുണ്ട്. എന്നാൽ ഡി ഓപ്ഷനിൽ CD എന്നിവ അടുത്തുള്ള അക്ഷരങ്ങളാണ്. അപ്പോഴടുത്ത് നമ്മൾക്ക് CD6ൽ സി കഴിഞ്ഞ് അടുത്ത് ABCD അടുത്ത അക്ഷരമാണ് D. മറ്റതിനെ പോലെ 6 ഡിഫറൻസ് ഇല്ല, 6 അക്ഷരങ്ങളുടെ ഡിഫറൻസ് ഇല്ല, അടുത്ത അക്ഷരമാണ്. ബാക്കി എല്ലാ 4
ഗ്രൂപ്പിലുള്ള നാല് സ്റ്റേറ്റ്മെൻറ്റുകളിലും നമ്മൾക്ക് എ കഴിഞ്ഞ് ജി, ബി കഴിഞ്ഞ് എച്ച്, ഡി കഴിഞ്ഞ് ജെ, ഇ കഴിഞ്ഞ് കെ, ഇതിനെല്ലാം 6 ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ ഈ പദത്തിൽ മാത്രം CD6 മാത്രം നമ്മൾക്ക് ആ 6 ഡിഫറൻസ് വരുന്നില്ല. അപ്പോൾ അതിലെ ഓഡ് 1 ഏതാണ്, ഗ്രൂപ്പിൽപ്പെടാത്തത് ഏതാണ്, CD6. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ ഡി CD6 ആണ് നമ്മളുടെ ആൻസർ. അടുത്ത് നമ്മൾക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിട്ടുപോയ പദങ്ങൾ കണ്ടെത്തുക. 7, 243, 21, 81, 63, 27 ഡാഷ് ഡാഷ് 2 എണ്ണം കണ്ടുപിടിക്കണം. അതിൽ നമ്മൾക്ക് നോക്കാം, ഈ 7, 241, 21 അത് തമ്മിൽ നമുക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരേപോലത്തെ ഒരു ശ്രേണിയായി നമ്മൾക്ക് തോന്നുന്നില്ല. 7, 243, 21, 81, 63, 27 ഒരേപോലത്തെ ഒരു പാറ്റേൺ അല്ല. അപ്പോൾ നമ്മൾക്ക് 2 ശ്രേണികളുടെ കൂട്ടമായിരിക്കും അത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആൾട്ടർനേറ്റ് നമ്പർ എടുത്ത് നോക്കൂ. 7, 21, 63 അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ 7ഉം 21ഉം കിട്ടാൻ എന്ത് ചെയ്യണം? 7 × 3 ആണ് 21. അതുപോലെ 21 × 3 ആണ് 63. 63 × 3 എപ്പോഴെത്ര വരും? 63 × 3 189 എന്ന് വരും. അപ്പോൾ വിട്ടുപോയ പദത്തിൽ ഒരു പദം 189 അതുപോലെ സെക്കൻഡ് സീരീസിൽ ഇപ്പം 243നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമ്മൾക്ക് 81 കിട്ടുന്നത്. ആൾട്ടർനേറ്റ് ശ്രേണിയിൽ ആ 81നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 27 കിട്ടും. അപ്പോൾ 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 9 കിട്ടും. അപ്പോൾ 189ഉം 9ഉമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ. അടുത്ത് ശ്രേണി പൂർണ്ണമാക്കുക. ADCFE ഡാഷ് ഡാഷ്. ഇതിൽ നമ്മൾക്കറിയാം എയിൽ നിന്ന് ഡിയിലോട്ട് പോകണമെങ്കിൽ 3ാമത്തെ അക്ഷരമാണ്. ഡിയിൽ നിന്ന് സിയിലോട്ട് പോകണമെങ്കിൽ ഒരക്ഷരം ബാക്കിലോട്ടാണ്. പിന്നെയും സിയിൽ നിന്ന് എഫിലോട്ട് പോകണമെങ്കിൽ 3 അക്ഷരം മുന്നോട്ടാണ്. എഫിൽ നിന്ന് ഇയിലോട്ട് പോകണമെങ്കിൽ ഒരക്ഷരം പുറകിലോട്ടാണ്. അപ്പോൾ 3 അക്ഷരം മുന്നോട്ട് ഒരക്ഷരം പുറകിലോട്ട്, 3 അക്ഷരം മുന്നോട്ട് ഒരക്ഷരം പുറകിലോട്ട്. അടുത്ത് 3 അക്ഷരം മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇയിൽ നിന്ന് 3 അക്ഷരം മുന്നോട്ട് പോയാൽ എച്ച്, എച്ചിൽ നിന്ന് ഒരക്ഷരം പിന്നോട്ട് പോയാൽ ജി. അപ്പോൾ HG ആണ് നമ്മൾക്ക് ഫില്ല് ചെയ്യാനുള്ളത്. ഓപ്ഷൻ എ HG. അടുത്ത ക്വസ്റ്റ്യൻ, ചോദ്യചിഹ്നത്തിന് പകരം വരുന്ന സംഖ്യ ഏത്? ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. 3, 11, 27, 59, 123, 251 ഡാഷ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ആ ഡാഷ് എന്താണെന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ ഓരോ സംഖ്യയും x2 + 5 ചെയ്താൽ അടുത്ത സംഖ്യ നമുക്ക് കിട്ടും. അപ്പോൾ 3 ആണ് ആദ്യത്തേത്. 3 × 2 എത്രയാണ്? 6. 6 + 5 എത്ര? 11. 11 × 2 എത്രയാണ്? 22. 22 + 5 എത്ര? 27. അതുപോലെ എല്ലാത്തിനെയും നമ്മൾ 27 × 2 എത്ര? 54. +5 എത്ര? 59. അതുപോലെ 59 × 2 + 5, 123 × 2 + 5, 251 × 2 + 5 എത്ര വരും? 507 എന്ന് വരും. 251 × 2 എന്ന് പറയുന്നത് 502 ആണ്. 502ൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ 507 എന്ന് കിട്ടും. അപ്പോൾ മനസ്സിലായല്ലോ, ഫില്ല് ചെയ്യാനുള്ളത് 507. ഓപ്ഷൻ സി ആണ് ആൻസർ.